ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 5. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും UDFിന്റെ BJP സ്നേഹവും. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഭരണത്തെയും ജനങ്ങളെയും പ്രതിസന്ധിയിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രാജ്യമാകെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരികയാണ്. കേന്ദ്രത്തിനെതിരെ സംസ്ഥാനങ്ങൾ കൂട്ടത്തോടെ സമരം പ്രഖ്യാപിക്കുന്ന അപൂർവ സാഹചര്യമാണ് രാജ്യത്ത് സംജാതമായിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം ബുധനാഴ്ച ഡൽഹിയിൽ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഒടുവിലത്തേത്. മന്ത്രിസഭ ഒന്നടങ്കവും ഭരണപക്ഷ MLAമാരെല്ലാവരും സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പറഞ്ഞത്. കേന്ദ്ര ബജറ്റിൽ കർണാടകത്തെ പൂർണ്ണമായും തഴഞ്ഞതിലും അർഹതപ്പെട്ട നികുതി വിഹിതം പോലും നൽകാതെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനുമെതിരെയാണ് സമരം. കേരളത്തോട് കാണിക്കുന്ന കടുത്ത വിവേചനത്തിനെതിരെ 8-ന് ഡൽഹിയിൽ കേരളത്തിലെ മന്ത്രിമാരും MLAമാരും സമരം നടത്തുമെന്ന് മുന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്നേ ദിവസം തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പറഞ്ഞു. കറുപ്പ് ഷർട്ട് ധരിച്ച് പാർലമെന്റിലെത്തുന്ന DMK MPമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കും. കോൺഗ്രസ് ഉൾപ്പെടെ സഖ്യത്തിലെ മറ്റ് MPമാരോടും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലെയും പഞ്ചാബിലെയും ആം ആദ്മി സർക്കാരുകളും കേന്ദ്ര അവഗണനയ്ക്കെതിരെ രംഗത്ത് വന്നു. മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാളിന്റെയും ഭഗവത് സിംഗ് മന്നിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രതിഷേധിച്ചു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ കൊൽക്കത്തയിൽ 48 മണിക്കൂർ ധർണ നടത്തി. ഡൽഹിയിൽ സമരം നടത്തുമെന്ന് TMC പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വിവേചനത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിലാണ്. കേരളം ഉന്നയിക്കുന്നതിന് സമാനമായ ആവശ്യങ്ങൾ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളും ഉയർത്തുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP ഫെഡറൽ തത്വങ്ങളെല്ലാം തകർത്ത് ഏകാധിപത്യ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അർഹമായ വിഹിതമോ പദ്ധതികളോ കൊടുക്കാതെ എല്ലാ വിധത്തിലും സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണ്. കടമെടുപ്പ് പരിധിയും അകാരണമായി വെട്ടിക്കുറയ്ക്കുന്നു. പദ്ധതി വിഹിതമായി 10ാം ധന കമ്മീഷൻ കേരളത്തിന് 3.89% നൽകിയതെങ്കിൽ ഇപ്പോൾ അത് 1.9% കുറഞ്ഞു. നികുതി വിഹിതത്തിലും വെട്ടിക്കുറവ് വരുത്തി. ഇങ്ങനെ 57,000 കോടിയുടെ കുറവാണ് കേരളത്തിന് വരുത്തിയത്. ഇതിനു പുറമെ കേന്ദ്ര പദ്ധതിയുടെ വിഹിതം നൽകാതെ കുടിശ്ശികയാക്കുന്നത് പതിവായി. ഒടുവിൽ അതൊന്നും തരാൻ പറ്റില്ലെന്ന നിലപാടും സ്വീകരിക്കുന്നു. കേരളത്തിന് കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക 42,224.87 കോടിയാണ്. രണ്ടും കൂടി ചേർന്നാൽ 61,624.87 കോടിയാണ് കേരളത്തിന് കുറവ് വരുത്തിയത്. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ 11,624 കോടി രൂപ മിച്ചമുള്ള സംസ്ഥാനമായി കേരളം മാറും. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിൽ കേരളം 23,000 കോടിയുടെ അധിക വിഭവ സമാഹരണം നടത്തിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാൽ 34,624 കോടിയുടെ അധിക വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്താൻ കഴിയുമായിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം നാടിനെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും പറയാനുള്ളത് സമാനമായ അവഗണനയുടെ കഥയാണ്. ഇതിനെതിരെ യോജിച്ച പ്രക്ഷോഭം ഉയർന്നില്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഭാവി തന്നെ അപകടത്തിലാകും. കേരളം സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ UDF നേതാക്കളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് സംസാരിച്ചു. അവർക്ക് സൗകര്യപ്രദമായ ദിവസം യോജിച്ച് സമരം നടത്താൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനോടും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയോടും പറഞ്ഞു. ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് പിരിഞ്ഞവർ BJPക്കെതിരെ സമരം ചെയ്യാൻ തങ്ങളെ കിട്ടില്ലെന്ന പരസ്യ പ്രഖ്യാപനവുമായാണ് രംഗത്ത് വന്നത്. UDFിന്റെ BJP സ്നേഹം വരിഞ്ഞൊഴുങ്ങുമ്പോൾ തന്നെയാണ് കർണാടകവും തമിഴ്നാടും തെലങ്കാനയുമെല്ലാം കേന്ദ്രവിരുദ്ധ സമരവുമായി രംഗത്ത് വരുന്നത്. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയും ഇതിനൊക്കെയുണ്ട്. കേരളത്തിലെ UDF നേതാക്കൾക്ക് എന്നാണാവോ നേരം വെളുക്കുക.